ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് മലയാളികളുടെ ജന്മം ഇനിയും ബാക്കിയാണ്. റഹീം എന്ന് പറയുന്ന യുവാവ് സൗദി അറേബ്യയിൽ പോയി 15 വയസ്സുകാരനായ അനസ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ അടിച്ചു കൊന്നത് മാത്രമല്ല, അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകൾ 60 കോടി രൂപയാണ് പിരിക്കുന്നത്. 34 കോടി രൂപയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു 60 കോടി പിരിച്ചു. റഹീം ഇതാ ഇപ്പൊ വരും പിന്നെ വരും ഇപ്പൊ വരും പിന്നെ വരുമെന്ന് പറഞ്ഞു ജനങ്ങളെ കബളിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്ത് അടുത്ത ബക്കറ്റ് പിരിവുമായി പുതിയ സംഘം എത്തുകയും ചെയ്തു. എന്നിട്ടും 60 കോടി പിരിച്ചിട്ടും സാധാരണക്കാരനെ പിഴിയുന്നതിൽ നിന്ന് നമുക്കൊരു മോചനമില്ല. എത്രയായി ഇവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ പറ്റിച്ചോ എന്നും പറഞ്ഞ് ചെന്ന് കയറി കൊടുത്താൽ പറ്റിക്കപ്പെടുക തന്നെ ചെയ്യും. കോഴിക്കോട് കോടമ്പുഴ സ്വദേശിയായ അബ്ദുറഹീമിന്റെ വധശിക്ഷ ഒഴിപ്പിക്കാനും ജയിൽ മോചനത്തിനും വേണ്ടി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന റിയാദിലെ സഹായ സമിതിയെ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംശയിച്ചെന്നും എന്നാൽ സൗദിയിൽ എത്തിയ ശേഷം വസ്തുതകൾ ബോധ്യപ്പെട്ടെന്നും ഉമ്മ ഫാത്തിമയും സഹോദരൻ നസീറും പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഈ ഉമ്മയും സഹോദരനും കൂടെ അവിടെ ചെന്നിട്ട് റഹീം കാണാൻ പോലും സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു വിളിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഒരു ബംഗാളി നമ്മുടെ നാട്ടിൽ വന്നൊരു മലയാളിയോടാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ ആ ബംഗാളിക്ക് വേണ്ടിയിട്ട് പണം പിരിക്കാനും ബംഗാളിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും ആരെങ്കിലും വരുമോ? ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. റഹീം ഞമ്മന്റെ ആളുകളായതുകൊണ്ടും മുറിയനായതുകൊണ്ടും വെള്ളപൂശാനും അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാനും അയാളെ നിരപരാധിയാക്കാനും പെയിന്റ് അടിക്കാനും എത്ര വ്യഗ്രതയോടുകൂടിയാണ് മലയാളികൾ ഓടിയെടുക്കുന്നത്. ഇപ്പോൾ ഖേദം തോന്നുന്നു എന്നാണ് ഉമ്മ ഫാത്തിമയും സഹോദരൻ നസീറും പറഞ്ഞത്. തങ്ങളുടെ തെറ്റിദ്ധാരണ കാരണം എല്ലാവർക്കും ഉണ്ടായ ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുകയാണെന്നും ഇരുവരും റിയാദിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാരണം 60 കോടി കൊടുത്ത ജനങ്ങളെ ഈ ആക്ഷൻ കമ്മിറ്റിയും കൗൺസിലും എല്ലാം കൂടി ചേർന്ന് പറ്റിക്കുമായിരുന്നെന്നും അതിനകത്തുനിന്ന് കൈയിട്ട് വാരാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു കൂട്ടം സാമ്പത്തിക പ്രേമികൾ, മോഹികൾ, വിയർപ്പിന്റെ അസുഖമുള്ള ആളുകൾ ഇതിനകത്തുണ്ടെന്നും പുറത്തറിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. സ്വാഭാവികമായ നടപടിക്രമങ്ങൾ കാരണം മോചനം നീളുന്ന സാഹചര്യത്തിൽ റഹീമിനെ ജയിലിൽ കാണാനും ഉംറ നിർവഹിക്കാനുമായി ഒക്ടോബർ 30-ാം തീയതിയാണ് ഉമ്മയും റഹീമിന്റെ സഹോദരനും സൗദി അറേബ്യയിൽ എത്തിയത്. ഫാത്തിമയുടെ സഹോദരൻ അബ്ബാസും ഭാര്യയും സംഘത്തിലുണ്ട്. അബ്ബഹയിൽ ആദ്യം എത്തിയ ഇവർ ഏതാനും ദിവസം മുമ്പ് റിയാദിലെത്തി. ജയിലിൽ റഹീമിനെ സന്ദർശിക്കാൻ ശ്രമിച്ചെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ഉമ്മയെ കാണാൻ തനിക്കാവില്ല എന്ന് പറഞ്ഞ് റഹീം കൂടിക്കാഴ്ചയ്ക്ക് വിസമ്മതിച്ചു. കള്ളന്മാരോടൊപ്പമാണ് ഉമ്മ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് എനിക്ക് അവരോടൊപ്പം ഉമ്മയെ കാണാൻ താല്പര്യമില്ല എന്ന് റഹീം പറഞ്ഞതായിട്ടാണ് വാർത്തകൾ പ്രചരിച്ചത്. റഹീമിന്റെ വോയിസ് സന്ദേശവും പുറത്തു വന്നിരുന്നു. ഇത് വലിയ വാർത്തയായി. വിവാദം ആളിപ്പടരുമ്പോൾ ഉമ്മയും ഒപ്പമുള്ളവരും മക്കയിലേക്ക് തിരിച്ചു. ഉംറ നിർവഹിച്ച ശേഷം തിങ്കളാഴ്ച റിയാദിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും ഉമ്മയെ കാണാൻ റഹീം സന്നദ്ധനായി കഴിഞ്ഞു. തിങ്കളാഴ്ച ഉച്ചയോടെ റിയാദ് അൽഖർജ് റോഡിലെ ഉസ്കാനിലുള്ള ജയിലിൽ പുനഃസംഗമത്തിന് അവസരമൊരുങ്ങി. നീണ്ട 18 വർഷത്തിന് ശേഷം ഉമ്മയും മകനും വീണ്ടും കണ്ടു. വൈകാരികമായ ആ നിമിഷത്തിൽ ഉമ്മ മകനെ വാരിപ്പുണർന്നു. മരണത്തിൽ നിന്നും തിരിച്ചു വന്ന ആളാണല്ലോ, സ്വാഭാവികമാണ്. അന്ന് തന്നെ ഉമ്മയും നസീറും റിയാദിലെ ഇന്ത്യൻ എംബസിയിലെത്തി റഹീമിന്റെ മോചനത്തിന് വേണ്ടി ശ്രമം തുടരുന്ന ഉദ്യോഗസ്ഥർക്കും സാമൂഹിക പ്രവർത്തകർക്കും നന്ദി പറഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ടാണ് ഉമ്മയും നസീറും അബ്ബാസും മാധ്യമങ്ങളെ കണ്ടത്. ധാരണാ പിശകുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ചില തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് ഉണ്ടായതെന്നും നസീർ പറഞ്ഞു. ഇപ്പോൾ വസ്തുതകൾ ബോധ്യപ്പെട്ടു. തെറ്റിദ്ധരിച്ചതിനും സംശയിച്ചു പോയതിനും ഖേദം പ്രകടിപ്പിക്കുന്നു. എല്ലാവരും ക്ഷമിക്കുക. കൂടപ്പിറപ്പിനെ പോലെ കണ്ട് റഹീമിനെ സഹായിക്കാൻ ഇറങ്ങിയ ഓരോരുത്തരോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അന്നു മുതൽ ഇന്ന് വരെ റഹീമിന്റെ വിഷയം പൊതുശ്രദ്ധയിൽ കൊണ്ടുവരാൻ രംഗത്തുള്ള മുഴുവൻ മാധ്യമങ്ങളും എന്നും ഞങ്ങൾ ഉണ്ടായിരുന്നു. അവരോടൊക്കെ എന്നും കടപ്പെട്ടിരിക്കും. സൗദിയിൽ നിന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങി. നവംബർ 17-ാം തീയതി റിയാദിലെ കോടതിയിൽ നടക്കുന്ന സിറ്റിംഗിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം പ്രതീക്ഷയുണ്ടെന്നും മോചന ഉത്തരവുണ്ടാകുമെന്നും റഹീം ഞങ്ങളുടെ അടുത്തേക്ക് എത്തുമെന്ന പ്രത്യാശയോടുകൂടി പ്രാർത്ഥനയോടുകൂടിയാണ് സൗദിയിൽ നിന്ന് മടങ്ങുന്നതെന്നും ഒക്കെ നസീർ കൂട്ടിച്ചേർത്തു. ചെറിയ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് പുറത്ത് എൻ്റെ പൊന്നുമകൻ എൻ്റെ അടുത്ത് എത്തുന്നത് വരെ എല്ലാവരും ഒപ്പമുണ്ടാകണമെന്നും ഈറനണിഞ്ഞ കണ്ണുകളോടെ ഉമ്മ ഫാത്തിമയും പറഞ്ഞു. റിയാദ് സഹായ സമിതി ബദ്ഹയിൽ സംഘടിപ്പിച്ച യോഗത്തിലും മൂവരും സംബന്ധിച്ചു. നസീറും അബ്ബാസും സംസാരിച്ചു. ഇപ്പൊ ഉമ്മയാണ്. ഉമ്മയുടെ കണ്ണീരിന് ഉപ്പുരസം കൂടുതലാണ്. ഉമ്മ കരയുന്ന കാണുമ്പോൾ കേരളം മുഴുവനും കരയും. എല്ലാവർക്കും ഇതുപോലെ ഉമ്മ മാറും. ഗോവിന്ദചാമിക്കുമുണ്ട് ഉമ്മ, കഷായം ഗ്രീഷ്മയ്ക്കുമുണ്ട് അമ്മ, നിമിഷപ്രിയയ്ക്കുമുണ്ട് അമ്മ, നിമിഷ ഫാത്തിമയ്ക്കുമുണ്ട് അമ്മ. അപ്പൊ റഹീമിന്റെ ഉമ്മ കരയുമ്പോൾ മാത്രം ഒരു പ്രത്യേകതയും
മറ്റുള്ളവരുടെ കരച്ചിൽ എന്തോ ഗ്രാവിറ്റി കുറവുമുണ്ട്. അഖിലാഹാദിയയുടെ അമ്മ പൊന്നമ്മ കരയുമ്പോൾ അത് ആക്ടിങ് ആണല്ലേ. നസ്രിയ സുൽത്താനയുടെ ഉമ്മ കരയുമ്പോൾ അത് ഹലാൽ കണ്ണീരായി മാറുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ നിങ്ങൾ ഏത് രൂപത്തിൽ ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല. റഹീമിന്റെ ഉമ്മ പറയണത് ചെറിയ തെറ്റ്, അനസിന്റെ ജീവൻ എടുക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ. ആ കുട്ടിയെ അടിച്ചു, അതിന്റെ വായിൽ നിന്നും നുരയും പതയും വന്നു, കഴുത്തിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആ ഇൻസ്ട്രുമെന്റ് തെറിച്ചുപോയി. അതോടുകൂടി ആ കുട്ടിക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെയായി, ശ്വാസം മുട്ടി ആ കുട്ടി മരിച്ചു. ഒരു 15-16കാരന്റെ ജീവൻ എടുക്കുക മാത്രമേ മകൻ ചെയ്തിട്ടുള്ളൂ. ആ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ലോകത്തുള്ള സകലമാന മനുഷ്യ മനസാക്ഷി മരിക്കാത്ത ആളുകളും ഒരുമിച്ച് ചേർന്ന് നിന്നവർ അധ്വാനിച്ച പണം കൊടുത്ത് റഹീം എന്ന കൊലയാളിയെ വിലക്കെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആരാണ് നന്ദിയുമായിട്ട് വരാത്തത്? ആ റഹീമിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ എന്തൊരു വ്യഗ്രതയാണെന്ന്. ഉമ്മയെ ജയിലിൽ പോയി കാണാൻ, ഉമ്മ ജയിലിൽ പോയി, മോനെ കാണാൻ പറ്റിയില്ല. റഹീമിന്റെ മനസ്സ് അനുവദിക്കാത്തത് കൊണ്ടാണ് കാണാതിരുന്നത്. റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം തന്നെ വ്യക്തമാക്കുവാൻ. ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓൺലൈൻ മാധ്യമങ്ങളുടെ തിരക്കോ മുഖ്യധാരാ മാധ്യമങ്ങളുടെ തിരക്കോ പറയാനുമില്ല. ജയിലിൽ നിന്ന് റിയാദിലുള്ള സുഹൃത്തുക്കളോട് ഫോണിലൂടെ സംസാരിച്ചാണ് റഹീം ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നെ കാണുന്നതിന് വേണ്ടി ഉമ്മയും സഹോദരനും അമ്മാവനും വ്യാഴാഴ്ച ജയിലിൽ വന്നു. ജയിൽ അധികൃതർ കാണാൻ അവസരം ഒരുക്കി. എന്റെ മനസ്സ് അനുവദിച്ചില്ല. ഉമ്മ വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് രക്തസമ്മർദ്ദം ഉയരുന്നതിന്റെ ലക്ഷണമുണ്ടായി. അപ്പോൾ തന്നെ മരുന്ന് കഴിച്ചു. 18 വർഷമായി താൻ ജയിലിലാണെങ്കിലും ഉമ്മ എന്നെ അഴിക്കുള്ളിൽ വെച്ച് ജയിൽ യൂണിഫോമിൽ കണ്ടിട്ടില്ല. ഫോണിൽ സംസാരിക്കാറുണ്ടെങ്കിലും ഉമ്മ എൻ്റെ നിലവിലെ രൂപം കണ്ടിട്ടില്ല. ഉമ്മയുടെ മനസ്സിൽ നിന്നും 18 വർഷം മുമ്പ് സൗദിയിൽ വന്ന എൻ്റെ മുഖമാണ്. അതങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജയിലിൽ കണ്ടാൽ അത് എൻ്റെ ഉമ്മയ്ക്കും എനിക്കും താങ്ങാവുന്നതിലപ്പുറമാണ്. റഹീം പറഞ്ഞതാ, വീണടം വിഷ്ണു ലോകം കിടന്നു ഉരുണ്ടോണം. അവനെന്താ പറഞ്ഞത്? കള്ളന്മാരോടൊപ്പമാണ് എൻ്റെ ഉമ്മ വന്നത്. എന്ത് പെട്ടെന്നാണ് നോക്കിക്കേ മാറ്റി മറിച്ചത്. കാരണം ആ കള്ളന്മാരെ കുറിച്ച് നമ്മൾ സംസാരിക്കില്ലേ? 60 കോടി കൊണ്ടുപോയി നക്കിയവരെ കുറിച്ച് നമ്മൾ സംസാരിക്കില്ലേ? എരന്ന് തിന്നുന്നവനെ തൊരന്ന് തിന്നുന്ന ഈ വേട്ടക്കാർക്കെതിരെ നമ്മൾ സംസാരിക്കില്ലേ? റഹീമിന്റെ കേസ് അടുത്ത 17-ാം തീയതിയാണ് കോടതി വീണ്ടും പരിഗണിക്കുന്നത്. റിയാദില് നിയമസഹായ സമിതിയെ അറിയിക്കാതെ ചില വ്യക്തികൾ വഴിയാണ് കുടുംബം എത്തിയിരുന്നത്. 18 വർഷങ്ങൾക്ക് ശേഷമാണ് റഹീമിനെ കാണാൻ മാതാവ് വരുന്നത്. എന്നാൽ റഹീം കാണാൻ തയ്യാറായില്ല. ഉമ്മയ്ക്കൊപ്പമുള്ള സഹോദരനടക്കമുള്ള ബന്ധുക്കൾ ഉണ്ടായിരുന്നു. അവരെയാണോ കള്ളന്മാരെന്ന് പറഞ്ഞത്? ഗവർണറുടെ അനുമതിയോടുകൂടിയാണ് ഇവർ ജയിലിലെത്തുന്നത്. മകൻ കാണണ്ട എന്ന് പറഞ്ഞതോടുകൂടി അവർ പൊട്ടിക്കരഞ്ഞു. ഇതോടെ ജയിൽ അധികൃതർ വീഡിയോ കോൺഫറൻസ് വഴി കാണിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഉമ്മയെ കാണാൻ അപ്പോഴും റഹീം തയ്യാറായില്ല. ഞാൻ അത്രയൊക്കെ പറഞ്ഞിട്ടും എൻ്റെ കുട്ടി കാണണ്ട എന്ന് പറഞ്ഞു. ആരോ എൻ്റെ മോനിക്ക് തോന്നിച്ചു കൊടുത്തതാണ്, അല്ലാതെ എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ പറയില്ലെന്നും അത്രയും സ്നേഹത്തിൽ ഫോണിലൊക്കെ സംസാരിച്ചതാണെന്നും പിന്നെ ഇപ്പോൾ എന്താ കാണണ്ട എന്ന് പറഞ്ഞെന്നും ആരോ ഉപദേശിച്ചിട്ടുണ്ടാകുമെന്നും അല്ലാണ്ട് ഒരിക്കലും ഇങ്ങനെ വരില്ലെന്നും ഓൻ അങ്ങനെ ഉപേക്ഷിക്കുന്ന മോനല്ല, കാണണ്ട നിങ്ങൾ പൊയ്ക്കാളി എന്നാ പറഞ്ഞെന്നും കള്ളന്മാരുമായിട്ടാണ് നിങ്ങൾ വന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരൂല, നിങ്ങൾ പൊയ്ക്കോളി, നാട്ടിലേക്ക് വന്നിട്ട് കാണാമെന്ന് പറഞ്ഞു എന്ന് അബ്ദുറഹീമിന്റെ ഉമ്മ ഒരു ചാനലിൽ വന്നിരുന്ന് സംസാരിക്കണമെന്ന് നമ്മൾ കേട്ടു. ആ കള്ളന്മാരെ കുറിച്ച് ആരെങ്കിലും സംസാരിച്ചത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? മാധ്യമങ്ങൾ ഇല്ല. മനാഫിന്റെ ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റിയും ആ നന്മമരം തിന്മമരമായി കടപുഴകി വീണതിനെ കുറിച്ചും ആരെങ്കിലും സംസാരിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? നമ്മുടെ നാട് ഇങ്ങനെയാണ്. സെലക്റ്റീവായിട്ടുള്ള വാർത്തകൾ. മുറിയന്മാരാണ് പ്രതികളായിട്ട് വരുന്നതെങ്കിൽ ആ വാർത്ത മുക്കാറാണ് സാധാരണ പതിവ്. ഞമ്മന്റെ സമുദായമല്ലേ, അവരുടെ ന്യൂനതകൾ മറച്ചു വെക്കേണ്ടെന്ന ഒരു ബാധ്യത കൂടി ഞമ്മക്കുണ്ടല്ലോ. നന്ദി.